സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും നേരിട്ടു മദീനയിലേക്ക് എത്തിയപ്പോൾ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മാ കാനൽ യൗമുൽ ലദീ ദഖല ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ പ്രവേശിച്ച ആ ദിവസം മദീനയിലുള്ള അല്ലാഹ മിൻഹ കുല്ലു ഷൈ, എല്ലാ വസ്തുക്കളും പ്രകാശിച്ചു. എല്ലാവർക്കും സന്തോഷമാണ്. ആ സന്തോഷം കൊണ്ടാണ് എല്ലാം പ്രകാശിച്ചത്. മദീനയാകെ ഒരു പ്രകാശം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു മഹാത്മ്യം അത് വലുതാണ്. ഒരു വലിയൊരു വ്യക്തി ഒരു സ്ഥലത്ത് പ്രവേശിക്കുമ്പോഴേക്ക് ആ നാടൊന്നാകെ പ്രകാശിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഈ വന്ന നേതാവ് അത് ലോകത്തിൻ്റെ നേതാവാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല, ആ നേതാവിൻ്റെ വരവ് വെറും മനുഷ്യർക്ക് മാത്രമല്ല, ഇവിടെയുള്ള മുഴുവൻ ചരാചരങ്ങൾക്കും സന്തോഷമാണ് തങ്ങളെ അങ്ങ് മദീനയിലേക്ക് വരുന്നത് എന്നും പറഞ്ഞ് മദീനയാകെ പ്രകാശിതമാവുകയാണ്. മദീനക്കാർ ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ്. കാരണം എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കൂടെയുണ്ടല്ലോ, നമ്മുടെ നാട്ടിലേക്ക് വന്നല്ലോ എന്നൊരു സന്തോഷമാണ്. ഇനി മറ്റൊരു ആഗ്രഹം കൂടെ മദീന നിവാസികൾക്കുണ്ട്. ആ ആഗ്രഹം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ വീട്ടിൽ താമസിക്കണം. ഇതാണ് ഓരോരുത്തരുടെയും ആഗ്രഹം. മുത്തുനബി എൻ്റെ വീട്ടിൽ താമസിക്കണം, എൻ്റെ വീട്ടിൽ താമസിക്കണം. ഇതാണ് ആഗ്രഹം. ഓരോ ഖബീലക്കാരും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലിലേക്ക് വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങള് ഇന്ന ഖബീലക്കാരാണ്, തങ്ങൾ ഞങ്ങളെ കൂടെ താമസിക്കണം, ഞങ്ങളെ വീട്ടിൽ ഇറങ്ങണം. മറ്റൊരു ഖബീലക്കാർ വന്നിട്ട് പറയുന്നു, നബിയേ, ഞങ്ങൾ തങ്ങൾക്ക് വേണ്ടി ഇന്നതൊക്കെ ചെയ്യുന്ന ഖബീലക്കാരാണ്, ഞങ്ങളുടെ വീട്ടിൽ ഇറങ്ങണം നബിയേ, ഞങ്ങളുടെ കൂടെ താമസിക്കണം നബിയേ. ഇങ്ങനെ ഓരോരുത്തരും സ്നേഹോഷ്മളമായ സ്വീകരണം നടത്താൻ തയ്യാറായി നിൽക്കുകയാണ്. പലരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാഹനത്തിന് ചുറ്റും തടിച്ചുകൂടിയിരിക്കുകയാണ്. പലരും ഒട്ടകത്തിന്റെ കടിഞ്ഞാണൊന്ന് പിടിച്ചു നോക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് വന്നാലോ, എൻ്റെ വീട്ടിലേക്ക് മുത്തുനബിയെ കൊണ്ടുപോകണം എന്ന ചിന്തയാണ് മദീനക്കാർക്ക് മുഴുവനും. അപ്പോഴാണ് ബനൂ സലീം കബീലക്കാരുടെ അരികിലൂടെ പോയപ്പോൾ അവരിൽ നിന്നും ഉത്ബാൻ ഇബ്നു മാലിക് എന്നവരും നൗഫൽ ഇബ്നു അബ്ദുള്ള എന്നവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വലയം ചെയ്തുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഞങ്ങളിൽ ഇറങ്ങൂ നബിയേ, ഞങ്ങൾ എണ്ണം കൊണ്ടും വണ്ണം കൊണ്ടും മികച്ചവരാണ്, പേരുകേട്ട കബീലക്കാരാണ്, എതിരാളികളെ തുരത്താൻ ചങ്കൂറ്റമുള്ളവർ ഞങ്ങളെ കൂടെയാണ്, മുന്നോട്ട് വെച്ച കാല് പിന്നെ ഞങ്ങൾ ഒരിക്കലും പിന്നോട്ട് വെക്കാത്ത കബീലക്കാരാണ് നബിയേ, എല്ലാ സംരക്ഷണങ്ങളും ഞങ്ങൾ തരാം നബിയേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരോടും പറഞ്ഞു, ബാറക്കല്ലാഹു ഫീക്കും, നിങ്ങളിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്നും പറഞ്ഞ് അവർക്ക് സമാധാനം നൽകുകയാണ്. അല്പം മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോയപ്പോ ബനൂ സായിദ ഗോത്രക്കാരെ തടഞ്ഞു വെച്ച് പറഞ്ഞു, യാ ഹാദിയൽ മുദില്ലീൻ, വഴികേടിലായവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്ന നബിയേ,
രണ്ട് അർത്ഥമുണ്ട്. ഒന്ന് വൈകേടിലായവരെ നേർവഴിയിലേക്ക് കൊണ്ടുപോകുന്ന നബിയെ, അല്ലെങ്കിൽ വൈകേടിലായവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്ന നബിയെ എന്നും പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, ഞങ്ങളിൽ ഇറങ്ങൂ നബിയേ, ഞങ്ങൾ ആയുധങ്ങൾ ധാരാളമുള്ളവരാണ്, ആയുധാഭ്യാസങ്ങളെ കൊണ്ട് പേര് കേട്ട കബീലക്കാരാണ് എന്ന് പറഞ്ഞു നോക്കി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചു, ഒന്നും പറഞ്ഞില്ല, സമാധാനം നൽകുകയാണ്. അവരോടും പുഞ്ചിരിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അല്പം മുന്നോട്ട് നീങ്ങി ബനുൽ ഹാരിസ് ഗോത്രക്കാർ എന്ന് പറയുന്നു, യാ സയ്യിദൽ മുർസലീൻ, മുർസലീങ്ങളുടെ നേതാവായ നബിയേ, ഞങ്ങളിൽ ഇറങ്ങുവീൻ നബിയേ, ഞങ്ങൾക്ക് ധാരാളം സ്ഥലങ്ങളുണ്ട്, സുഖസൗകര്യങ്ങളുണ്ട്, എതിരാളികളെ ശരിപ്പെടുത്താൻ നല്ല കഴിവുള്ള ആളുകൾ ഞങ്ങളാണ് എന്നും പറഞ്ഞു നോക്കി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോടും പുഞ്ചിരിച്ചു, ഒന്നും പറഞ്ഞില്ല. അല്പം കൂടെ മുന്നോട്ട് നീങ്ങി. അപ്പോഴാണ് ബനു നജ്ജാർ ഗോത്രക്കാർ തടഞ്ഞു വെച്ചുകൊണ്ട് പറയുകയാണ്, യാ നബിയല്ലാഹ്, ഞങ്ങളെയും വിട്ട് തങ്ങൾ പോകരുത്, ഞങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ ബാക്കിക്കാരാണ്, നമ്മൾ തമ്മിൽ കുടുംബ ബന്ധമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോടും പുഞ്ചിരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഇവരൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങേയറ്റത്തെ മഹബത്ത് കൊണ്ടാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ക് കൊണ്ടാണ്. അങ്ങനെ പലരും പലതും പറഞ്ഞു നോക്കി. ഫതനാഫസത്തിൽ അൻസ്വാറു ഫീ ളിയാഫതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൽക്കരിക്കാൻ വേണ്ടി, ഒന്ന് വീട്ടിലേക്ക് അതിഥിയായി കിട്ടാൻ വേണ്ടി അൻസ്വാറുകൾ മത്സരിക്കുകയാണ്. അൻസ്വാറുകൾ എന്ന് പറഞ്ഞാൽ തന്നെ സഹായിക്കുന്നവർ എന്നാണല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നാടും വീടും കുടുംബവും എല്ലാം വിട്ടൊഴിവാക്കി, സമ്പത്തൊഴിവാക്കി, എത്രയോ ഏക്കറക്കണക്കിന് തോട്ടങ്ങൾ ഉണ്ടായിരുന്ന പല സ്വഹാബികളും മുത്തുനബി തങ്ങളെ കൂടെ പോവുകയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പാറ പോലെ ഉറച്ചു നിന്ന സ്വഹാബികൾ, അവർക്ക് പിന്നെ സമ്പത്ത് വേണ്ടതില്ല, എല്ലാം ഒഴിവാക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ നീങ്ങിയവരല്ലേ, അവരെ സ്വീകരിച്ചവരാണ് അൻസ്വാറുകൾ. ഇന്നും ആ ഒരു സ്വഭാവം അൻസ്വാറുകളുടെ അടുക്കലിൽ നിന്ന് കാണാൻ കഴിയുന്നു. പലരും ഹജ്ജിന് പോയവരല്ലേ, പലരും ഉംറക്ക് പോയവരല്ലേ, മദീനയിലെത്തുമ്പോൾ ആ ഒരു സ്വഭാവം ഇന്നും പ്രകടമാകുന്നുണ്ടല്ലോ. അവിടെ ഇരുത്തി ഹാജി ഹാജി, ഞങ്ങളെ സുപ്രയിൽ ഇരിക്കൂ, ഞങ്ങളെ സുപ്രയിൽ നിന്ന് നോമ്പ് തുറക്കൂ എന്ന് പറയുന്ന ആ സ്വീകരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്ന് ആ ഓരോ ഗോത്രങ്ങളും വന്ന് ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ ഇറങ്ങൂ നബിയേ, ഇറങ്ങൂ നബിയേ എന്ന് പറഞ്ഞപ്പോൾ എന്തൊരു സ്നേഹമാണ്. ആ സ്നേഹം ഇന്നും മദീനക്കാർക്കുണ്ട്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ അവർ പിടിച്ചു വലിച്ചു. അങ്ങേയറ്റത്തെ മഹബത്ത് കൊണ്ട്, ഒന്ന് നബിയെ ഞങ്ങളെ വീട്ടിലേക്ക് വരൂ, ഞങ്ങളെ വീട്ടിലേക്ക് വരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅൂഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സ്റ്റോപ്പ്, അതിനെ വിട്ടേക്കൂ, നിങ്ങൾ അതിന്റെ കടിഞ്ഞാണൊന്നും പിടിക്കേണ്ടതില്ല. ഫഇന്നഹാ മഅ്മൂറത്തുൻ, ആ ഒട്ടകത്തിന് പ്രത്യേക നിർദ്ദേശമുണ്ട്. ആ ഒട്ടകം എവിടെയാണ് മുട്ടുകുത്തേണ്ടത് എന്ന നിർദ്ദേശമുണ്ട്. ആ സമയത്ത് എവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെയാണ് ഞാൻ ഇറങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അൽ ഖസ്വാ എന്ന ഒട്ടകം നടന്ന് നീങ്ങുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ ഒട്ടകം അൽ ഖസ്വാ, അത് വലിയ മഹത്വമുള്ള ഒട്ടകമാണ്.
വഹി ഇറങ്ങുമ്പോ പല വാഹനങ്ങൾക്കും ആ വഹി താങ്ങാൻ കഴിയില്ല. പക്ഷേ എൻ്റെ ഖസ്വായിനതൊരു പ്രശ്നമേ അല്ല. ഇന്നേ വരെ എൻ്റെ ഖസ്വാ ഗുരുത്തക്കേട് കാണിച്ചിട്ടില്ല. എനിക്ക് എപ്പോഴും പല വിഷയങ്ങളിലും കാരുണ്യത്തോടുകൂടെ ഒരു മനുഷ്യൻ എങ്ങനെയാണോ എന്നിലേക്ക് താഴ്മ കാണിക്കുന്നത്, അതേ രൂപത്തിൽ ഈ മൃഗവും എന്നോട് താഴ്മ കാണിക്കുന്ന മൃഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദഊഹാ ഫഇന്നഹാ മഅ്മൂറത്തുൻ, നിങ്ങൾ അതിൻ്റെ കടിഞ്ഞാണ് പിടിക്കേണ്ടതില്ല, നിങ്ങൾ അതിനെ ഇടങ്ങേറാക്കേണ്ടതില്ല, അതിനെ വിട്ടേക്കൂ. ആ ഒട്ടകത്തിന് പ്രത്യേക നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശമുള്ള സമയത്ത് ആ നിർദ്ദേശമുള്ള വീട്ടിലായിരിക്കും ഞാൻ താമസിക്കുക. അപ്പൊ പിന്നെ എല്ലാവരും മാറി നിന്നു. അവരിങ്ങനെ ആലോചിക്കുകയാണ്, ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആരാണ് ആ ഭാഗ്യവാൻ? ആരുടെ വീട്ടുമുറ്റത്താണ് ആ ഒട്ടകം മുട്ടുകുത്തുക? എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് നടന്നു നീങ്ങുന്ന അൽ ഖസ്വാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടിയിട്ട് അതാ ഒരു വീടിന്റെ വിശാലമായ മുറ്റത്ത് മുട്ടുകുത്തി. പള്ളഭാഗം ഭൂമിയിൽ അമർത്തിപ്പിടിച്ചു. വളരെ ആദരവോടുകൂടെ ആ അൽ ഖസ്വാ എന്ന ഒട്ടകം അതിന്റെ കഴുത്തിങ്ങനെ താഴ്ത്തി കൊടുത്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒട്ടകത്തിന്റെ മുതുകിൽ നിന്നും ഇറങ്ങുകയാണ്. ആ വീട്ടിൽ നിന്നും ഒരാൾ ഓടി വന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നും സന്തോഷത്തിന്റെ കണ്ണുനീർ നിറഞ്ഞു. മുഖം ആഹ്ലാദഭരിതമായി. ഓരോ മദീന നിവാസികളും അദ്ദേഹത്തെ അസൂയയോടെ നോക്കിയിരിക്കുകയാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിരുന്നുകാരനായി കിട്ടിയ ഭാഗ്യവാനല്ലേ. ആരാണ് ആ ഭാഗ്യവാൻ? ആ ഭാഗ്യവാനാണ് സ്വഹാബികളിൽ പ്രമുഖനായ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. വല്ലാത്തൊരു ഭാഗ്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ അങ്ങനത്തെ ആളുകളാണ്, ഞങ്ങളുടെ കയ്യിൽ ആയുധമുണ്ട്, ഞങ്ങൾക്ക് ധാരാളം സ്ഥലമുണ്ട്, സമ്പത്തുണ്ട്, ശത്രുക്കളെ തുരത്താൻ കഴിവുണ്ട്, പലതും പറഞ്ഞു നോക്കി. പക്ഷേ എൻ്റെ ഒട്ടകത്തിന് പ്രത്യേക നിർദ്ദേശമുണ്ട്. അല്ലാഹുവിൽ നിന്നുള്ള നിർദ്ദേശമാണ്. ആ നിർദ്ദേശം അനുസരിച്ച് എൻ്റെ ഒട്ടകം മുട്ടുകുത്തു. പ്രതീക്ഷയോടെ നോക്കി നിന്നപ്പോൾ മുട്ടുകുത്തിയത് മഹാനായ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്താണ്. പ്രഗൽഭ സ്വഹാബിയാണ്. മഹാനവറുകളെ ഖാലിദ് ബിൻ സെയ്ദിൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു എന്ന പേരാണ് അദ്ദേഹത്തിന്റെ പരിപൂർണമായ നാമം. ഖസ്റജ് ഗോത്രത്തിലെ ബനൂ നജ്ജാർ കുടുംബക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മക്കയിൽ വെച്ച് നടന്ന രണ്ടാം അഖബ ഉടമ്പടിയിൽ മദീനക്കാരുടെ പ്രതിനിധിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രതിജ്ഞ ചെയ്ത മഹാനാണ് അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മുഹാജിറായ ഒരു സ്വഹാബിയെയും അൻസ്വാരിയായ ഒരു സ്വഹാബിയെയും കൂട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് ഒരു കാര്യം പറഞ്ഞു. ആ കാര്യം എന്താണ്? അതേ, മുഹാജിറുകളും അൻസ്വാറുകളും പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചപ്പോൾ അതേ ഒരു ഭാഗത്ത് നിന്നത് മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവാണ്. മറ്റൊരു ഭാഗത്ത് നിന്നത് മഹാനായ അബൂ അയ്യൂബ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവാണ്. ആ അൻസ്വാറുകളുടെ കൂട്ടത്തിലും ചേർത്ത് പിടിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് അബൂ അയ്യൂബ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മദീനയിൽ ആദ്യത്തെ ആതിഥേയം ഒരുക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനായ അബൂ അയ്യൂബ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ചരിത്രം എന്താണ്? അബൂ അയ്യൂബ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിനെ കുറിച്ച് പറയുമ്പോൾ
അതിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്താണ്? മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത് റബീഉൽ അവ്വൽ 12-നാണ്. ആ റബീഉൽ അവ്വൽ 12-ന്റെ അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ആ ദിവസത്തിന്റെ കൃത്യം 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ മക്ക പിടിച്ചടക്കാൻ വേണ്ടി യമനിലെ തുബ്ബഅ രാജാവ് മക്കയിലേക്ക് കടന്നു വന്നു. അപ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഒരു വലിയ രോഗം കൊടുക്കുകയാണ്. എന്താണ് ആ രോഗം? വായിൽ നിന്നും മൂക്കിൽ നിന്നും ദുർഗന്ധവാസന വന്നിട്ട് ആളുകളൊന്നും അദ്ദേഹത്തിലേക്ക് അടുക്കുന്നില്ല. എല്ലാവരും ദൂരത്തേക്ക് പോവുകയാണ്. എത്ര വലിയ ചികിത്സ നടത്തിയിട്ടും ഫലം കാണുന്നില്ല. അവസാനം ആരോ പറഞ്ഞു, ഇവിടെ അവസാന കാലഘട്ടത്തിൽ വരുന്ന ഒരു നബി വരാനുണ്ട്. ആ നബി ഈ മക്കയിലാണ് ജനിക്കുന്നത് എന്ന് ചരിത്രത്തിലുണ്ട്. ആ നബി ജനിക്കുന്ന സ്ഥലമായതുകൊണ്ട് നിങ്ങൾ ഈ നാട് പിടിച്ചടക്കാൻ വരരുത്. ഈ രോഗം അതുകൊണ്ട് വന്നതാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ മക്കയെ നിങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടി നിങ്ങൾക്ക് ശ്രമമുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു പോകണേ. അദ്ദേഹത്തിന് നിർദ്ദേശം കിട്ടി. അതോടുകൂടെ ആ മനുഷ്യൻ അതിൽ നിന്ന് പിന്മാറുകയാണ്. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി. അതേ മക്കയിൽ നിന്ന് തുബ്ബഅ രാജാവ് പിന്മാറുകയാണ്. ആ പിന്മാറിയതോടുകൂടെ ആ രാജാവിൻ്റെ രോഗം അങ്ങ് മാറുകയാണ്. പിന്നീട് 300 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതേ തുബ്ബഅ രാജാവ് ആണോ അല്ലേ, അതല്ല മറ്റൊരു തുബ്ബഅ രാജാവാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവിടെയാണ് തുബ്ബഅ എന്ന് പറഞ്ഞാൽ യമനിൽ ഭരിക്കുന്ന രാജാക്കന്മാർക്ക് ഏത് കാലത്തുള്ളവരാണെങ്കിലും അവർക്ക് പറയുന്ന പേരാണ് തുബ്ബഅ എന്ന്. അതേ ഇവിടെ ചരിത്രത്തിൽ ഈ തുബ്ബഅ ആണെന്നോ അതല്ല മറ്റൊരു തുബ്ബഅ ആണെന്നോ, ഏതായാലും യമന് ഭരിക്കുന്ന ഒരു രാജാവാണ്. ഈ സംഭവം കഴിഞ്ഞ് 300 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഈ മക്കയിൽ നിന്ന് പിന്തിരിഞ്ഞ് രോഗം മാറിയ ശേഷം കൃത്യം 300 കൊല്ലം കഴിഞ്ഞ് തുബ്ബഅ രാജാവ് പിന്നീട് പിടിച്ചടക്കാൻ വരുന്നത് മദീനയാണ്. ആ മദീന പിടിച്ചടക്കാൻ വേണ്ടി അദ്ദേഹം വന്നു. മദീനയിൽ കടന്ന അദ്ദേഹത്തിന് നേരത്തെ മക്ക പിടിച്ചടക്കാൻ വന്നപ്പോൾ ഉണ്ടായ അതേ രോഗം തന്നെ വരികയാണ്. ദുർഗന്ധം വമിക്കുന്നു. ആരും അടുത്തേക്ക് വരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പോലും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നില്ല. എന്ന് മാത്രമല്ല, കൂടെ കിടക്കുന്ന സ്വന്തം ഭാര്യ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. എപ്പോഴെങ്കിലും അല്പം ഭക്ഷണവുമായി അല്പം വെള്ളവുമായി ഭാര്യ വരാറുണ്ട്. ആ വെള്ളവും കൊടുത്ത് ആ ഭക്ഷണവും കൊടുത്ത് വേഗം ഓടിപ്പോവുകയാണ് ഭാര്യ. അത്രയും സഹിക്കാൻ കഴിയാത്ത ദുർഗന്ധമായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് വരുന്നത്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഓ രാജാവേ, ഈ മദീന എന്ന രാജ്യം അവസാന കാലത്തെ നബി വിശുദ്ധ മക്കയിൽ നിന്നും ഹിജറ വന്ന് താമസിക്കുന്ന സ്ഥലമാണ് ഈ മദീന. ഇത് നിങ്ങൾ പിടിച്ചടക്കാൻ നോക്കേണ്ടതില്ല. അതിന് നിങ്ങൾ തുനിഞ്ഞാൽ നിങ്ങളുടെ ഈ രോഗം മാറുകയില്ല. നിങ്ങളുടെ ഈ രോഗം മാറണോ, നിങ്ങൾ ഈ ശ്രമത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകണം, മദീനയിൽ നിന്ന് പോകണം. അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത്. തിരിച്ചറിവ് വരികയാണ്. മദീനയിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങുകയാണ്. മദീനയിൽ നിന്ന് പുറത്തിറങ്ങിയതോടുകൂടെ അതാ ആ മനുഷ്യന് രോഗം മാറുകയാണ്. ആ
മനുഷ്യന് രോഗം മാറി എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യനതാ തന്റെ അനുയായികളോട് വിളിച്ചു പറയുകയാണ്, എങ്ങനെയാണെങ്കിൽ ആ മക്കയിൽ നിന്ന് ഹിജറ വരുന്ന ആ നേതാവുണ്ടല്ലോ, ആ നേതാവിന് വേണ്ടി ഞാനൊരു വീട് നിർമ്മിക്കുകയാണ്. ആ നബിക്ക് താമസിക്കാൻ, ആ നബിക്ക് അവിടെ വിശ്രമിക്കാൻ ഒരു വീട് എൻ്റെ വകയായി ഞാൻ നിർമ്മിക്കുകയാണ്. അദ്ദേഹം അതാ അവിടെ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുകയാണ്. ആ വീട് നിർമ്മിച്ചു എന്ന് മാത്രമല്ല, അതിനുശേഷമായി അദ്ദേഹം ഒരു നാളിറിനെ അഥവാ ഒരു നോട്ടക്കാരനെ ആ വീട് സംരക്ഷിക്കാൻ വേണ്ടി, ആ വീട് നോക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഒരാളെ ഏൽപ്പിച്ചു. മദീനയിലെ ആ വീട് പരിപാലിച്ച് അദ്ദേഹം മരിച്ചു. വീണ്ടും പരിപാലിച്ചു, അദ്ദേഹം മരിച്ചു. അങ്ങനെ തലമുറയായി വന്ന് അവസാനം അതിന്റെ നാളിറായി വന്നത് മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ആണ്. നോക്കൂ നിങ്ങളെ, ആ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു വല്ലാത്ത ഭാഗ്യം കിട്ടിയ മഹാനല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ വന്നപ്പോ നാട്ടുകാരായ മുഴുവൻ ജനങ്ങളും അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്, അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ നബിയുള്ളാഹ് എന്നും പറഞ്ഞ് തക്ബീർ ധ്വനികൾ മുഴക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ചു. കുട്ടികൾ ദഫ് മുട്ടി ത്വലഅൽ ബദ്റു ജല്ലി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ ഓരോരുത്തരും ആവശ്യപ്പെടുന്നു, നബിയെ എൻ്റെ വീട്ടിൽ താമസിക്കണം, എൻ്റെ വീട്ടിൽ താമസിക്കണം എന്നും പറഞ്ഞു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ കൽപ്പന എവിടെയാണോ അവിടെ ഞാൻ ഇറങ്ങുമെന്ന് പറയുകയും ചെയ്തപ്പോൾ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചവരടക്കം എല്ലാവരും മാറി നിന്ന് ആകാംക്ഷയോടെ കാത്തിരുന്നപ്പോ ആ ഒട്ടകം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന് മുന്നിൽ ഒട്ടകം മുട്ടുകുത്തി ഫനസല ഫീ ദാരിഹി. അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങുകയാണ്. ഇറങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ് ഹാദൽ മൻസിലു ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം കിട്ടുകയാണ്, നബിയേ ഇതാണ് തങ്ങളുടെ താമസ സ്ഥലം. അവിടെ ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. ആ ഒട്ടകം മുട്ടുകുത്തിയ ആ സ്ഥലം, അവിടെ ആ പരിസരത്തുള്ള ആ സ്ഥലം, അവിടെ തങ്ങൾ മസ്ജിദ് ഉണ്ടാക്കണം, അവിടെ തങ്ങൾ താമസിക്കേണ്ട വീടാണ് എന്നും അർത്ഥമുണ്ട്. ആ ഒട്ടകം മുട്ടുകുത്തിയ ആ ഒരു സ്ഥലമാണ് ഇന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ശരീഫ് എന്നും പറയപ്പെടുന്നു. ഒരു 4 മാസത്തോളം അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ആദ്യത്തെ മദീനയിലെ അതിഥിയായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടിലേക്ക് താമസം മാറ്റുകയാണ്. സഹോദരങ്ങളെ, എല്ലാം അല്ലാഹുവിന്റെ ഖദറാണ്, ഖളാഅാണ്. നുബുവത്ത് കിട്ടിയത് മുതൽ മദീനയിൽ ഇറങ്ങിയത് വരെ നാം പഠിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിച്ച ത്യാഗങ്ങൾ, അവിടുത്തെ ക്ഷമ, അവിടുത്തെ സ്വഭാവം, എല്ലാറ്റിലും ഉപരി വിശുദ്ധ ദീന് നിലനിർത്താനുള്ള ഉത്സാഹം, ശത്രുക്കൾ പോലും അവിടുത്തെ സ്വഭാവത്തിന്റെ മുന്നിൽ തലകുനിച്ച രംഗങ്ങൾ, അല്ലാഹുവിനോടുള്ള ബന്ധം, ഗുഹയിലുള്ള സംരക്ഷണം, തലയെടുക്കാൻ വേണ്ടി വന്ന സുറാഖത്ത് മുത്തുനബിയുടെ ആളായി മാറുന്ന രംഗങ്ങൾ, അവസാനം മക്കയിൽ നിന്നും മദീനയിൽ എത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിക്കേണ്ട വീടടക്കം അല്ലാഹു നേരത്തെ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി വെച്ചു എന്ന് പറയുമ്പോൾ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അല്ലാഹുവും തമ്മിലുള്ള കണക്ഷൻ എത്രമാത്രമാണ്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
പഠിച്ച് 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 അവിടുത്തെ ആ ശറഫാക്കപ്പെട്ട മുഖമൊന്ന് കാണണം. അല്ലാഹുവേ നീ അതിന് തൗഫീഖ് നൽകണേ അല്ലാ. അവിടുത്തെ ശഫാഅത്തൊന്ന് കിട്ടണം റബ്ബേ, നീ തൗഫീഖ് തരണേ അല്ലാ. അവിടുത്തെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ ഒന്ന് വാങ്ങി കുടിക്കണം, നീ തൗഫീഖ് തരണേ അല്ലാ. ഇൻഷാ അല്ലാഹ് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസിക്കുന്ന രംഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, നമുക്ക് യാ അക്രമ ബൈത്ത് ചൊല്ലണം. അല്ലാഹു നമ്മുടെ സദസ്സ് മഖബൂലാക്കി തരുമാറാവട്ടെ. അടുത്ത ഞായറാഴ്ച എല്ലാവരും നമ്മുടെ പള്ളിയിൽ സംബന്ധിക്കണം. നമ്മുടെ പള്ളിയിൽ ചായ കുടിച്ചതിന് ശേഷം മൗലിദ് ചൊല്ലി ദിക്ർ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് മുഹിയുദ്ദീൻ മാലയുടെ ഒരു സദസ്സുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ എല്ലാവർക്കും അത് വലിയ ആത്മീയ കുളിര് നൽകിയിട്ടുണ്ട്, വലിയ സന്തോഷം നൽകിയിട്ടുണ്ട്. ആ സദസ്സ് വരുന്ന ഞായറാഴ്ചയാണ്. അതുകൊണ്ട് ഈ സന്ദേശം മറ്റുള്ളവരിലൊക്കെ എത്തിച്ച് എല്ലാവരും അതിൽ പങ്കാളികളാകണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും അടുത്തോട്ട് വരണം. ഇതാണ് അബൂസറി റളിയല്ലാഹു അൻഹുവിന്റെ ഖസീദത്തുൽ ബുർദയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികളാണ്. അവസാന വരികൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കി നമ്മൾ പറയുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് മുറാദുകളുണ്ട്. അള്ളാഹു എല്ലാം ഹാസിലാക്കി തരുമാറാവട്ടെ. രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കി തരുമാറാവട്ടെ. يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحادث الحميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بي إذا الكريم تجلى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمى إن الكبائر في غفران كالأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربنا يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منحرم مولاي صل وسلم
دائما أبدا على حبيبك خير للخلق كلهم والطف بعبدك في دارين إن له صبرا ما تتبعه الأهوال ينهزمي مولاي لم دائما أبدا على حبيبك خير الخلق كلهم وأذن لصحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم مر النهار على بات البدر حصبا وأقرب العيسى للعيس بالنعم مولاي صل وسلم دائما أبدا الله على حبيبك خير الخلق كلهم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله ثم رضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله وسعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير للكرم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم
مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي دائما آمنا الله على حبيبك خير الخلق كلهم അള്ളാഹു നമ്മുടെ സദസ്സ് കബൂലാക്കി തരുമാറാകട്ടെ. മദീന മുനവ്വറയിൽ നിന്ന് നോക്കിക്കാണും വിധം സന്തോഷിക്കും വിധം നമ്മുടെ സദസ്സ് അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ഇന്നത്തെ ചായ നൽകിയ സഹോദരൻ അദ്ദേഹത്തിൻ്റെ മകനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ റെഡിയാകേണ്ടതുണ്ട്. ഏകദേശമൊക്കെ ക്യാഷുകളൊക്കെ കിട്ടാനുണ്ട്. അള്ളാഹു പരിപൂർണമായി ക്യാഷുകളൊക്കെ തിരിച്ച് ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം റാഹത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ ആണ്ടും കൂടെയാണ്. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മൾ ഒരു 10 തഹ്ലീൽ നമ്മൾ ചൊല്ലാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി 10 തഹ്ലീൽ ചൊല്ലി ഇൻഷാ അല്ലാഹ് സയ്യിദ് അവരുടെ ദുആ ചെയ്യും. أفضل الذكر لا إله إلا الله 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 لا إله